നമസ്കാരം. അറബി ദിസ് വീക്കിൻ്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. കാപ്പി കുടിക്കാൻ ഇഷ്ടമില്ലാത്തവരായി ആരും ഉണ്ടാകില്ല. ഇത്തരക്കാർക്കായി വ്യത്യസ്തമായൊരു ഫെസ്റ്റിവൽ പോയ വാരം ദുബായിൽ സമാപിച്ചു. വേൾഡ് ഓഫ് കോഫി ഫെസ്റ്റിവൽ. ലോകത്തിൻ്റെ വിവിധയിടങ്ങളിൽ നിന്ന് കാപ്പി കൃഷിക്കാരും കാപ്പി മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ കമ്പനികളുടെ പ്രതിനിധികളും മേളയിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. നൂറ്റാണ്ടുകൾക്ക് മുൻപ് എത്യോപ്യയിൽ നിന്ന് തുടങ്ങിയ കാപ്പിയുടെ യാത്ര ഇന്ന് ലോകത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും എത്തിയിരിക്കുകയാണ്. എത്യോപ്യയിൽ നിന്ന് 15-ാം നൂറ്റാണ്ടായപ്പോഴേക്കും കാപ്പിക്കുരുവുമായി യമനികൾ കാപ്പി കൃഷി തുടങ്ങി. ഇന്നത്തേതിന് സമാനമായി കാപ്പിക്കുരു റോസ്റ്റ് ചെയ്ത് അന്നേ കാപ്പി ഉണ്ടാക്കി തുടങ്ങിയിരുന്നു അവർ. 16-ാം നൂറ്റാണ്ടായപ്പോഴേക്കും മധ്യപൂർവ്വദേശത്തെ മറ്റു രാജ്യങ്ങളിലേക്കും നോർത്ത് ആഫ്രിക്കയിലേക്കും യൂറോപ്പിലേക്കുമെല്ലാം കാപ്പിയുടെ രുചിയെത്തി. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ കാപ്പിയുടെ പ്രാധാന്യം എത്രയോ വലുതാണ്. ഇത്തരത്തിലുള്ള കാപ്പിയുടെ ഗരിമ വിളിച്ചോതുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മേളയ്ക്കാണ് ദുബായിൽ കൊടിയിറങ്ങിയത്. പേര് സൂചിപ്പിക്കും പോലെ കാപ്പിയുടെ വലിയ ലോകം നിറഞ്ഞു നിന്ന കാഴ്ചകൾ. രുചിയേറിയ കാപ്പിക്കൂട്ടുകളും പരീക്ഷണങ്ങളും പരിചയപ്പെടുത്തുന്ന 100-ലേറെ സ്റ്റാളുകൾ ഉൾപ്പെടെ സജ്ജമാക്കിയ വലിയ ലോകം കാഴ്ചക്കാർക്കും കച്ചവടക്കാർക്കും ഒരുപോലെ വിസ്മയ കാഴ്ചകളാണ് സമ്മാനിച്ചത്. എഴുപത്തിയെട്ട് രാജ്യങ്ങളിൽ നിന്നുള്ള കാപ്പി ഉൽപാദകരും കച്ചവടക്കാരും സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. മൊത്തം 1980 കമ്പനികളാണ് പ്രദർശനം ഒരുക്കിയത്. മലയാളികളും നിരവധി. സൂപ്പറാണ്. ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടാണ് വേൾഡ് ഓഫ് കോഫിയിൽ അറ്റൻഡ് ചെയ്യുന്നത്. നമ്മൾ എക്സ്റ്റിവേറ്റർ ആണ് ഇവിടെ. എല്ലാം കൊണ്ട് ഉഷാറാണ്. നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ലൈക്ക് ബ്രൂയിങ്ങിൻ്റെ മെത്തേഡ്സ് പഠിക്കാനുണ്ട്, എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. കോഫിയെക്കുറിച്ച് നമ്മൾ നാട്ടിൽ നമ്മൾ കാണുന്ന പോലെ അല്ല. നമ്മൾ നാട്ടിൽ കുടിക്കുന്നതെല്ലാം ഇവിടെ കോഫി, ഇതിൻ്റെ മെത്തേഡ്സ്, ഇതിൻ്റെ ബ്രൂയിങ് രീതികൾ, എക്സ്പ്രഷൻസ്, ഐ മീൻ എല്ലാം ഡിഫറെൻ്റ് ആണ്. സോ ഈവൻ ബീൻസ് അടക്കം പല ഫ്ലേവേഴ്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സോ ഇറ്റ്സ് ഗുഡ് ഫോർ എവറി വൺ ടു ലേൺ കം ആൻഡ് ലേൺ ഫ്രം ഹിയർ. ഇറ്റ് വാസ് നൈസ് എക്സ്പീരിയൻസ് ഹിയർ. നമ്മൾ ഡിഫറെൻറ്റ് കൺട്രീസിൽ നിന്നാണ്. അതായത് ബീൻസ് വരുന്നത് സൗദി, എത്യോപ്യ ആൻഡ് ഡിഫറെൻറ്റ് കൺട്രീസ്. അതുപോലെ മെഷീൻസ് വരുന്നത് ഇറ്റാലിയൻ ബ്രാൻഡ്സ് ആണ് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത്. ലോക്കൽസ് ആണ് മെയിൻ. നമ്മുടെ ഇന്ത്യൻസ് കുറവാണ്. നൗ നമ്മൾ ഇന്ത്യൻസ് മാറിയിട്ടുണ്ട്, കോഫിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു മാറ്റം വരുന്നുണ്ട്. ബട്ട് മെയിൻലി ലോക്കൽസ് ആണ്. മീൻസ് UAE നാഷണൽസ് അല്ലെങ്കിൽ ഒമാൻ, GCC കൺട്രീസിൽ നിന്നാണ് കൂടുതൽ വരുന്നത്. കോഫി സംഗമം കാണാൻ ആദ്യ ദിവസങ്ങളിൽ തന്നെ UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം എത്തി. കൃഷിക്കാർക്കും വ്യാപാരികൾക്കും അവസരങ്ങളുടെ വലിയ വാതിലാണ് സമ്മേളനം തുറന്നു കൊടുക്കുന്നതെന്ന് ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു. ലോകത്തിലെ കാപ്പി ഉൽപാദകരുടെയും കർഷകരുടെയും പൊതുവേദി എന്ന നിലയിൽ തന്നെ വലിയ പ്രാധാന്യമാണ് വേൾഡ് ഓഫ് കോഫി സമ്മേളനത്തിനുള്ളത്. We supply coffee beans and coffee machines to industries and corporate offices in India. This is our first time in World of Coffee in Dubai. And mainly we have come here with a purpose to find technological developments happening around the world. And since last 3 days we are here and we have found great opportunities for exports of Indian coffee. And we have got an opportunity to meet really good people from around the world and coming with their own varieties of coffee. So we are really happy and we feel this trip has been very successful for us. Yeah. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിലാണ് പരിപാടി നടന്നത്. കർഷകർ, വ്യാപാരികൾ, ഉൽപാദകർ, ചെറുകിട സംരംഭകർ, കഫേ ഉടമകൾ, കാപ്പി പ്രേമികൾ, അങ്ങനെ കാപ്പിയുമായി ബന്ധപ്പെട്ട വിവിധ മേഖലകളിൽ നിന്നുള്ളവരാണ് സമ്മേളനത്തിൽ എത്തിയത്.
Well, we reached Dubai 2 days ago, and then it's just kicking in already, and we get to experience different cultures, different countries, the beans from different countries, and it's just a different experience, as I said earlier, because the beans in India, the darker roast in India, is the lighter roast in Ethiopia. I'm a coffee enthusiast myself. We have our coffee estates in Bangalore, nearby Bangalore, in Coorg. ലോകത്തിലെ കാപ്പി ഉൽപാദകരുടെയും കർഷകരുടെയും പൊതുവേദി എന്ന നിലയിൽ തന്നെ വലിയ പ്രാധാന്യമാണ് വേൾഡ് ഓഫ് കോഫി സമ്മേളനത്തിലുള്ളത്. വർഷം $1150 കോടി വ്യാപാരമാണ് കാപ്പിയിൽ നിന്ന് മധ്യ പൗരസ്ത്യ രാജ്യങ്ങളും വടക്കൻ ആഫ്രിക്കയും ചേരുന്ന മെന മേഖല ലക്ഷ്യമിടുന്നത്. കാപ്പി ഉൽപാദക മേഖലയിലെ ഏറ്റവും പുതിയ പരീക്ഷണങ്ങൾ, മികച്ച കമ്പനികൾ എന്നിവ യോജിപ്പിക്കുന്നതിലൂടെ വ്യാപാര വളർച്ചയും വിജ്ഞാന കൈമാറ്റവുമാണ് സാധ്യമാകുന്നതെന്ന് സ്പെഷ്യലിസ്റ്റ് കോഫി അസോസിയേഷൻ പ്രതിനിധികൾ പറഞ്ഞു. ഞങ്ങളിവിടെ ഒരു ലോക്കൽ ട്രേഡിംഗ് കമ്പനിയാണ്. നമ്മൾ ഇറ്റലിയിൽ നിന്ന് ജർമ്മനിയിൽ നിന്നൊക്കെ മെഷീൻസ് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് ഇവിടെയുള്ള കോഫി ഷോപ്സിന്, റെസ്റ്റോറൻറ്റ്സിന്, പിന്നെ ഹോട്ടൽസിനൊക്കെ സപ്ലൈ ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ നമ്മൾ ഉള്ള ചില മെഷീൻസ് IoT കേപ്പബിലിറ്റീസ് ഉള്ളതാണ്. അതായത് നമുക്ക് റിമോട്ടായിട്ട് ആ മെഷീൻസ് ആക്സസ് ചെയ്യാം. കോഫി എത്ര ഉണ്ടാക്കി, അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയായിരുന്നു, അതിനൊരു മെയിൻ്റനൻസ് ആവശ്യമുണ്ടോ, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റുന്ന രീതിയിലുള്ള മെഷീൻസ് ഉണ്ട്. ഈ വർഷം മൊറോക്കോയും മെക്സിക്കോയും ആദ്യമായി പങ്കെടുത്തു എന്ന പ്രത്യേകതയുണ്ട്. ഇന്ത്യയുടെ പവലിനും മേളയിലുണ്ടായിരുന്നു. സൗദി, ബ്രസീൽ, റുവാണ്ട, പാനമ, എൽ സാൽവദോർ, ഇത്യോപ്യ തുടങ്ങിയവയാണ് മറ്റ് പ്രമുഖ കാപ്പി ഉൽപാദകർ. മികച്ച കാപ്പി കണ്ടെത്താനുള്ള കോഫി ചാമ്പ്യൻഷിപ്പ്, കാപ്പിക്കുരു റോസ്റ്റ് ചെയ്യുന്നതിൽ മികവുറ്റ റോസ്റ്റർമാർ അണിനിരക്കുന്ന റോസ്റ്റേഴ്സ് വില്ലേജ്, കോഫി ഡിസൈനിങ്, ബ്രൂ ബാർ തുടങ്ങിയവയായിരുന്നു പ്രധാന ആകർഷണം. നമ്മൾ തുർക്കിയുടെയാണ് ബ്രാൻഡ് വരുന്നത്. തുർക്കിയുടെ തുർക്കിഷ് കോഫിയാണ് മെയിനായിട്ട് ഇവിടെ സെയിലാക്കുന്നത്. നമ്മൾ ജസ്റ്റ് അഡ്വർടൈസ് ചെയ്യുന്നുള്ളൂ. സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഫി സാമ്പിൾ ചെയ്യുന്നുള്ളൂ. പിന്നെ നമുക്ക് പ്രൊഡക്റ്റ് വന്നിട്ട് തുർക്കിഷ് കോഫിയുണ്ട്, എക്സ്പ്രസോ ആൻഡ് ഫിൽറ്റർ കോഫി. ഇത് മൂന്നുമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫിൽറ്റർ കോഫി തന്നെ നമ്മൾ മൂന്ന് രാജ്യത്തിനെയാണ്, കൊളംബിയോ, ബ്രസീലിയൻ ആൻഡ് എത്യോപ്യ. ഇതാണ് ഫിൽറ്റർ കോഫിയിൽ വരുന്നത്. പിന്നെ എക്സ്പ്രസോ ആണ് വരുന്നത്. പിന്നെ തുർക്കിഷ് കോഫിയാണ് മെയിനായിട്ട്. അറബിക്ക ബീൻസാണ് അതിൽ മെയിനായിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ മൂന്ന് ഇതിൽ ഫിൽറ്റർ കോഫിയിലാണെങ്കിലും അറബിക്ക ബീൻസാണ് വരുന്നത്. ഓരോരോ രാജ്യത്തിൻ്റെയാണ്. ബ്രസീലിൻ്റെ ആണെങ്കിൽ അവരുടെ അറബിക്ക ബീൻസ്, കൊളംബിയ ആണെങ്കിൽ അവരുടെ അറബിക്ക ബീൻസ്, അങ്ങനെ വെച്ചിട്ടാണ് ഇതിൽ വരുന്നത്. ഒരു കോഫി ലവർ ആണെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും അവർക്ക് അതിൻ്റെ ആ ടേസ്റ്റും ഫീൽ ചെയ്യും. അവർക്ക് ശരിക്കും നമുക്ക് കോഫി കുടിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഇത് ശരിക്കും ഫീൽ ചെയ്യുക. അത് നമ്മുടെ കോഫിയിൽ വന്നിട്ട് സ്വീറ്റ് നട്ട്സ്, റോസ്റ്റഡ് നട്ട്സ്, അങ്ങനെ ഓരോന്ന് അതിൻ്റെ ഫീൽ ചെയ്യുന്ന ടേസ്റ്റ് അല്ല, നമുക്കത് കുടിക്കുമ്പോൾ തന്നെ അറിയാം. ഒരു കോഫി ലവറിനെ എന്തായാലും തീർച്ചയായിട്ടും മനസ്സിലാക്കും. അതാണ് ഇതിൽ പറയുന്നത് തുർക്കിഷ് കോഫിൻ്റെ മെയിൻ പ്രത്യേകത. ഇതൊരു ട്രാഫിക് ഇല്ലാത്ത ഒരു സ്റ്റോൾ തന്നെയായിരുന്നു ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചത്. പക്ഷേ ഇന്ന് രാവിലെ തൊട്ട് ഭയങ്കരമായിട്ട് കസ്റ്റമർ തിരക്കി വരുന്നു. ടർക്കിഷ് കോഫി എവിടെ കിട്ടും? കാപ്പി വ്യവസായത്തിൽ ഏറ്റവും പുതിയ മാറ്റങ്ങളാണ് സമ്മേളനത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. കാപ്പി കൃഷിയിൽ പരിസ്ഥിതി സൗഹൃദ കാർഷിക രീതികൾ സ്വീകരിക്കുന്നതിന്റെ ആവശ്യകതയിലേക്ക് വെളിച്ചം വീശുന്ന പ്രഭാഷണങ്ങളും ശില്പശാലകളും നടന്നു. വരും വർഷങ്ങളിൽ കാപ്പി വിപണിയിൽ ഗണ്യമായ വളർച്ചയുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. ഈ വർഷത്തെ ലോക സർക്കാർ ഉച്ചകോടി കഴിഞ്ഞ ദിവസം ദുബായിൽ സമാപിച്ചു. ഇന്ത്യയിൽ നടക്കം നിരവധി പ്രമുഖരാണ് പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയത്. നിരവധി പ്രഖ്യാപനങ്ങളും ഈ സമ്മേളനത്തോടനുബന്ധിച്ച് നടന്നു. മുപ്പതിലധികം രാഷ്ട്രതലവന്മാർ, 140 സർക്കാർ പ്രതിനിധികൾ, 80-ലധികം അന്താരാഷ്ട്ര പ്രാദേശിക സംഘടനകൾ, 6000-ലധികം ആഗോള നേതാക്കൾ എന്നിവർ പങ്കെടുത്ത സമ്മേളനമാണ് ദുബായിൽ സമാപിച്ചത്. ഭാവി സർക്കാരുകളെ രൂപപ്പെടുത്തുന്നുവെന്ന പ്രമേയത്തിലായിരുന്നു ലോക സർക്കാർ ഉച്ചകോടി നടന്നത്. UAE ക്യാബിനറ്റ് മന്ത്രിയും ലോക സർക്കാർ ഉച്ചകോടി ചെയർമാനുമായ മുഹമ്മദ് അൽ ഗർഗാവി ഔദ്യോഗികമായി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു.
അടുത്ത 25 വർഷത്തെ പുരോഗതി മുൻകാല മാനുഷിക മുന്നേറ്റങ്ങളെയെല്ലാം മറികടക്കുമെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. യുദ്ധവും സംഘർഷങ്ങളും മൂലമുണ്ടായ മരണങ്ങളും നാശനഷ്ടങ്ങളും ചൂണ്ടിക്കാട്ടി യുദ്ധത്തിന് പകരം സമാധാനം സ്വീകരിക്കാൻ UAE ലോക നേതാക്കളോട് ആഹ്വാനം ചെയ്തു. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ലോകം ആണവ യുദ്ധത്തെ ഭയപ്പെട്ടിരുന്നുവെങ്കിൽ ഇന്ന് സൈബർ യുദ്ധത്തെയാണ് ഭയപ്പെടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. 20-ലധികം സെഷനുകളിലായി 21 ആഗോള ഫോറങ്ങളാണ് അജണ്ടയിൽ ഉണ്ടായിരുന്നത്. ഉച്ചകോടിയിൽ നടന്ന 30-ലധികം മന്ത്രിതല യോഗങ്ങളിൽ 400-ലേറെ മന്ത്രിമാരാണ് പങ്കെടുക്കാനെത്തിയതും. ഉച്ചകോടിയിൽ ആഫ്രിക്കൻ എഡ്യൂടെക് പ്രോഗ്രാമും പോർച്ചുഗീസ് പുനരുപയോഗ സംരംഭവും ഗ്ലോബൽ ഗവൺമെന്റ് എക്സലൻസ് അവാർഡ് കരസ്ഥമാക്കി. ആഫ്രിക്കയിലെ ഉബോങ്കോ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാമാണ് സാമൂഹിക പ്രതിബദ്ധതയുള്ള മികച്ച സാങ്കേതിക കണ്ടുപിടുത്തത്തിനുള്ള അവാർഡ് കരസ്ഥമാക്കിയത്. ആഫ്രിക്കയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ സംരംഭമായ ഉംബോഗോയുടെ സംരംഭം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെയുള്ള പഠനം മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. നൂതന പരിസ്ഥിതി സുസ്ഥിരതയ്ക്കും കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റിനുമുള്ള അവാർഡ് പോർച്ചുഗലിലെ തീരദേശ നഗരമായ കാസ്കേസ് മുനിസിപ്പാലിറ്റിയുടെ നൂതന പുനരുപയോഗ സംരംഭത്തിന് ലഭിച്ചു. UAE വൈസ് പ്രസിഡന്റ് പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെയും മറ്റ് പ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് സെയ്ഫ് ബിൻ സായിദ് അൽ നഹ്യാൻ അവാർഡ് ജേതാക്കളെ ആദരിച്ചു. നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകളെ സർക്കാർ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിൽ കാര്യക്ഷമമായി ഉപയോഗിക്കാൻ ഒരുങ്ങുന്നതായി UAE ഉച്ചകോടിയിൽ വ്യക്തമാക്കി. ജനങ്ങളുടെ ബുദ്ധിമുട്ട് കുറച്ച് നടപടികൾ എളുപ്പത്തിലാക്കുക എന്നതാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുക, വീടിനായി അപേക്ഷിക്കുക തുടങ്ങിയ സേവനങ്ങൾ ഉൾപ്പെടെ ഇത്തരത്തിൽ ശബ്ദ സന്ദേശമയച്ചടക്കം വളരെ എളുപ്പത്തിൽ ലഭ്യമാക്കാനാകുമെന്ന് UAE സർക്കാർ സേവനങ്ങളുടെ മേധാവി മുഹമ്മദ് ബിൻ താലിയ ലോക സർക്കാർ ഉച്ചകോടിയിൽ വ്യക്തമാക്കി. സാങ്കേതിക വിദ്യയിലെ മുന്നേറ്റങ്ങൾ കൃത്യമായി ഉപയോഗപ്പെടുത്തിയായിരിക്കും മുന്നോട്ട് പോവുക എന്നും മുഹമ്മദ് ബിൻ താലിയ പറഞ്ഞു. സർക്കാർ സേവനങ്ങൾക്കായി വെബ്സൈറ്റുകളെയും മൊബൈൽ ആപ്പുകളെയും ഇനി അധികകാലം ആശ്രയിക്കേണ്ടി വരില്ല എന്നും AI ഇത്തരം നടപടികൾ ലളിതമാക്കുമെന്നും UAE വ്യക്തമാക്കി. ആധുനികതയുടെ പുത്തൻ കാഴ്ചകളും പ്രഖ്യാപനങ്ങളും ലോക സർക്കാർ ഉച്ചകോടിക്കിടെ കണ്ടു. തിരക്കേറിയ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനുള്ള ലൂപ്പ് പദ്ധതിക്കായി ലോകത്തെ അതിസമ്പന്നരിൽ ഒരാളായ ഇലോൺ മസ്കുമായി ദുബായ് കൈകോർക്കുമെന്നതാണ് ഇതിൽ വലുത്. ലോക സർക്കാർ ഉച്ചകോടിയുടെ അവസാന ദിനമായ വ്യാഴാഴ്ച ബോറിംഗ് കമ്പനി CEO ഇലോൺ മസ്കുമായി UAE ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സഹമന്ത്രി ഒമർ അൽ ഒലാമ നടത്തിയ വെർച്വൽ കൂടിക്കാഴ്ചയിലാണ് ദുബായ് ലൂപ്പ് പദ്ധതിയുടെ പ്രഖ്യാപനമുണ്ടായത്. പദ്ധതി നടപ്പാക്കാൻ ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ബോറിംഗ് കമ്പനിയുമായി കരാർ ഒപ്പിടുകയും ചെയ്തു. തിരക്കേറിയ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ എത്താൻ കഴിയുന്ന സംവിധാനമാണിത്. ദുബായിൽ ഉടനീളം റെയിൽ പാളത്തിന് പകരം നീളമുള്ള ഒരു തുരങ്കത്തിലൂടെ ജെറ്റ് വിമാനത്തിന്റെ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു ട്രെയിനാണ് ലൂപ്പ് പദ്ധതിയിലൂടെ യാഥാർത്ഥ്യമാവുക. 17 കിലോമീറ്ററിലേറെ വ്യാപിച്ചു കിടക്കുന്ന ലൂപ്പ് പദ്ധതിയിൽ 11 സ്റ്റേഷനുകൾ ഉണ്ടായിരിക്കും. മണിക്കൂറിൽ 160 കിലോമീറ്റർ വരെ വേഗതയിൽ ലൂപ്പിൽ സഞ്ചരിക്കാനാകും. ആളുകൾ ലൂപ്പ് പദ്ധതി പരീക്ഷിച്ചു നോക്കിയാൽ രസകരമായിരിക്കുമെന്ന് ഇലോൺ മസ്ക് പറഞ്ഞു. ദുബായുമായുള്ള പങ്കാളിത്തത്തിന് അൽ ഒലാമ മസ്കിന് നന്ദി അറിയിച്ചു. ലോകത്തിലെ ഏറ്റവും സ്മാർട്ടായ നഗരമാക്കി ദുബായ് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ അതിനൂതന റെയിൽ ബസ് ദുബായ് RTA മേളയിൽ അവതരിപ്പിച്ചു. മണിക്കൂറിൽ 100 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കുന്ന ഒരു ട്രിപ്പിൽ 40 പേർക്ക് വരെ യാത്ര ചെയ്യാവുന്ന ഡ്രൈവറില്ലാ ബസ്സാണ് റെയിൽ ബസ്. 2.9 മീറ്റർ ഉയരവും 11.5 മീറ്റർ നീളവുമായിരിക്കും ബസ്സിനുണ്ടാവുക. പുനരുപയോഗിക്കാവുന്ന വസ്തുക്കളിൽ നിന്ന് പൂർണ്ണമായും 3D പ്രിന്റ് ചെയ്ത് നിർമ്മിക്കുന്ന വാഹനം പൂർണ്ണമായും സൗരോർജ്ജത്തിലൂടെയാണ് പ്രവർത്തിക്കുക. സ്മാർട്ട് സ്ക്രീനുകൾ ഉൾപ്പെടെ ബസ്സിനുള്ളിൽ ഉണ്ടാകും. റെയിൽ ബസ്സിനായി എമിറേറ്റിന് ചുറ്റും മെട്രോ റെയിലിന് സമാനമായ റെയിൽ നിർമ്മിക്കും. ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്ക, UK എന്നിവിടങ്ങളിൽ നിന്നുള്ള മുൻനിര കമ്പനികളുമായി കരാറുകളിൽ ഏർപ്പെട്ടതായും RTA അറിയിച്ചു. ദുബായിലെ മറ്റ് പൊതുഗതാഗത സംവിധാനങ്ങളുമായി ബന്ധിപ്പിച്ചായിരിക്കും റെയിൽ ബസിന്റെ പ്രവർത്തനമെന്നും RTA വ്യക്തമാക്കി. റമദാൻ എത്താറായതോടുകൂടി പ്രിയപ്പെട്ടവർക്ക് സാധനങ്ങൾ അയക്കാനെത്തുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് വന്നിരിക്കുന്നതെന്നാണ് കാർഗോ മേഖലയിലുള്ളവർ പറയുന്നത്. 1 കിലോഗ്രാം മുതലുള്ള പാക്കേജുകൾ ഇത്തരത്തിൽ അയക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് മിഡിൽ ഈസ്റ്റിലെ പ്രമുഖ കാർഗോ കമ്പനിയായ ABC കാർഗോ പ്രതിനിധികൾ പറയുന്നത്. പ്രിയപ്പെട്ടവർക്കരികിലേക്ക് നേരിട്ടെത്താനായില്ലെങ്കിലും അവർക്കുള്ള സമ്മാനങ്ങളെങ്കിലും എത്രയും പെട്ടെന്ന് എത്തിക്കുക എന്നതാണ് ഓരോ പ്രവാസിയുടെയും സ്വപ്നം. അതിനാൽ തന്നെ വലിയ തിരക്കാണ് ബ്രാഞ്ചുകളിൽ അനുഭവപ്പെടുന്നതെന്ന് ABC മാനേജ്മെന്റ് അറിയിച്ചു. തീർച്ചയായും റമദാൻ എന്ന് പറയുന്നത് വളരെ സ്പെഷ്യൽ തന്നെയാണ്. ഈ ഒരു സ്പെഷ്യൽ ഒക്കേഷൻ ആകുമ്പോൾ തന്നെ കസ്റ്റമേഴ്സിന് അവർ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റ്സുകൾ അയക്കാം. ആ ഗിഫ്റ്റ്സുകൾ അയക്കാൻ വേണ്ടിയിട്ടാണ് ABC ഉള്ളത്. ഈ റമദാൻ അതുപോലെ തന്നെ വളരെയധികം തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ ആവശ്യം എന്താണോ ആ ആവശ്യം മനസ്സിലാക്കിയിട്ട് കസ്റ്റമേഴ്സിൻ്റെ ഉദ്ദേശിക്കുന്ന ദിവസം അല്ലെങ്കിൽ അതിന് ഒരു ദിവസം മുന്നേ
അവരുടെ സാധനങ്ങൾ അവരുടെ പ്രിയപ്പെട്ടവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ എയിം. എല്ലാ വർഷത്തെയും പോലെ ABC കാർഗോ റമദാൻ സ്പെഷ്യൽ ഓഫർ പ്രഖ്യാപിച്ചതോടുകൂടി കൂടുതൽ ആളുകൾ സാധനങ്ങളുമായി വിവിധ ബ്രാഞ്ചുകളിൽ എത്തുന്നുണ്ട്. 1 കിലോഗ്രാം മുതലുള്ള പാക്കേജുകൾ അയക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്ന് മാനേജ്മെന്റ് വ്യക്തമാക്കി. കാർഗോ ആൻഡ് ഫ്ലൈറ്റ് ഫോർവേഡിംഗ് രംഗത്ത് വർഷങ്ങളുടെ സേവന പാരമ്പര്യമുള്ള കമ്പനിയായ ABC കാർഗോയ്ക്ക് 1000-ലധികം ജീവനക്കാരും വിപുലമായ വാഹന സൗകര്യവുമുണ്ട്. ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും കാർഗോ സേവനങ്ങൾ എത്തിക്കുന്നതിനായി പ്രത്യേക സംവിധാനങ്ങളും കമ്പനി ഏർപ്പാടാക്കിയിട്ടുണ്ട്. പ്രാദേശിക ഡെലിവറിക്കായി എക്സ്പ്രസ് ഡൊമസ്റ്റിക് സേവനങ്ങളും ലഭ്യമാണ്. സെയിം ഡേ ഡെലിവറീസ്, നെക്സ്റ്റ് ഡേ ഡെലിവറീസ്, വിത്തിൻ 2 hours ഡെലിവറീസ്, ബുള്ളറ്റ് സർവീസ്. ഈ കാറ്റഗറി അനുസരിച്ചാണ് ഞങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. ഇത് വളരെ ഫാസ്റ്റായിട്ടാണ് ഓരോ ദിവസവും ചെയ്തത്. കോളുകൾ ഞങ്ങൾക്ക് നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ അതുകൂടാണ്ട് ഈ കോളുകൾക്കും കസ്റ്റമേഴ്സിൻ്റെ കൺവീനിയൻ്റ് അനുസരിച്ച്, ഫോർ എക്സാമ്പിൾ ദുബൈ, അബുദാബി, അലൈൻ എല്ലാ സ്ഥലത്തും ഞങ്ങളുടെ ഡെലിവറി അതിവേഗം ഫാസ്റ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഉപഭോക്താക്കളുടെ ആവശ്യം പരിഗണിച്ച് രാത്രി വൈകിയും ABC കാർഗോയുടെ എല്ലാ ബ്രാഞ്ചുകളും പ്രവർത്തന സജ്ജമാണെന്നും അധികൃതർ വ്യക്തമാക്കി. ആഗോള വിസ്മയഗ്രാമം ദുബായ് ഗ്ലോബൽ വില്ലേജിന്റെ ഇത്തവണത്തെ സീസൺ അവസാന ലാപ്പിലേക്ക് കടന്നിരിക്കുകയാണ്. ഏറെ വിസ്മയ കാഴ്ചകളാണ് ഇത്തവണത്തെ ഗ്ലോബൽ വില്ലേജ് സന്ദർശകർക്കായി ഒരുക്കിയിരിക്കുന്നത്. ഉത്സവ സീസണിൽ ദുബായിൽ വന്നാൽ ഗ്ലോബൽ വില്ലേജ് കാണാതെ മടങ്ങാറില്ല ആരും. അതാണ് ഈ വിസ്മയ ഗ്രാമത്തിന്റെ പ്രത്യേകത. ഒരു കവാടം കടന്നാൽ ലോകം മുഴുവൻ കൺമുന്നിൽ നിരന്നു നിൽക്കുന്ന മനോഹര കാഴ്ച. അതാണ് ദുബായിലെ ഗ്ലോബൽ വില്ലേജ്. ഈ ആഗോള ഗ്രാമത്തിനുള്ളിലേക്ക് കടന്നാൽ ഓരോ കാൽവെപ്പിലും വിസ്മയ കാഴ്ചകളുടെ അനുഭവം സ്വന്തമാക്കി മടങ്ങാം. ഈ ആഗോള ഗ്രാമത്തിൽ 6 മാസം നീളുന്ന ആഘോഷ ദിനങ്ങൾ അവസാന ലാപ്പിലേക്ക് കടക്കുകയാണ്. ഡ്രാഗൺ തടാകത്തിലെ ലേസർ പ്രദർശനങ്ങൾ, 3D പ്രദർശനങ്ങൾ, വാരാന്ത്യങ്ങളിലെ കരിമരുന്ന് പ്രയോഗങ്ങൾ എന്നിവയുൾപ്പെടെ പുതിയ പതിപ്പിന് മാറ്റേറെയാണ്. ഷോപ്പിംഗ് പ്രേമികൾക്കായി 3500-ലേറെ വ്യാപാര കേന്ദ്രങ്ങൾ, കാർണിവൽ ഏരിയ, ഡൈനിങ് ഏരിയ, ഫ്ലോട്ടിംഗ് മാർക്കറ്റ്, 200-ലധികം റൈഡുകൾ, ഗെയിമുകൾ എന്നിങ്ങനെ ഒട്ടേറെ പുതുമയുള്ള കാഴ്ചകളായിരുന്നു സന്ദർശകർക്കായി ഇത്തവണ ഒരുക്കിയത്. പുസ്തകങ്ങളിലും സിനിമകളിലും മാത്രം കണ്ടു പരിചയമുള്ള വ്യത്യസ്ത സംസ്കാരങ്ങളെ അടുത്തറിയാനും അനുഭവിക്കാനും അവസരമൊരുക്കുന്ന ഗ്ലോബൽ വില്ലേജ് ഞായർ മുതൽ ബുധൻ വരെ വൈകിട്ട് 4 മുതൽ രാത്രി 12 വരെയും മറ്റ് ദിവസങ്ങളിൽ രാത്രി 1 മണി വരെയുമാണ് തുറന്ന് പ്രവർത്തിക്കുക. പൊതു അവധി ദിനങ്ങളിലും ഇത്തരത്തിൽ പുലർച്ചെ 1 മണി വരെ സന്ദർശനം അനുവദിക്കും. ചൊവ്വാഴ്ചകളിൽ സ്ത്രീകൾക്കും കുടുംബങ്ങൾക്കും മാത്രമായിരിക്കും പ്രവേശനം. 3 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്കും 65 വയസ്സ് കഴിഞ്ഞവർക്കും നിശ്ചയദാർഢ്യക്കാർക്കും പ്രവേശനം സൗജന്യമാണ്. എല്ലാ ദിവസവും പ്രവേശനം ലഭിക്കുന്ന എനി ഡേ ടിക്കറ്റിന് ഓൺലൈനിൽ 30 ദിർഹം നൽകണം. വീക്ക് ഡേ ടിക്കറ്റുകൾക്ക് 25 ദിർഹമായിരിക്കും. ഞായർ മുതൽ വ്യാഴം വരെ ഈ ടിക്കറ്റ് ഉപയോഗിച്ച് പ്രവേശിക്കാം. ഓൺലൈനിലും ഗേറ്റിലും ടിക്കറ്റുകൾ ലഭ്യമായിരിക്കും. ജോർദാൻ, ഇറാഖ് എന്നീ രാജ്യങ്ങളുടെ 2 പവലിനുകളും ബംഗ്ലാദേശിന്റെയും ശ്രീലങ്കയുടെയും ഒരു സംയോജിത പവലിനും പുതുതായി ഉൾപ്പെടുത്തി 30 വ്യത്യസ്ത പവലിനുകളിലായിട്ടായിരുന്നു ലോകത്തിന്റെ നാനായിടങ്ങളിലെ കാഴ്ചകൾ ആസ്വദിക്കാനുള്ള അവസരം ഇത്തവണ ആഗോള ഗ്രാമം ഒരുക്കിയത്. ഇതിൽ ഇന്ത്യൻ പവലിയനാണ് ലോക ശ്രദ്ധയാകർഷിക്കുന്നത്. ഓരോ പവലിയനുകളും വ്യത്യസ്ത സംസ്കാരങ്ങളെ പ്രതിദാനം ചെയ്യുന്നതിനാൽ സന്ദർശകർക്ക് പുതിയ കാഴ്ചയും അനുഭവമായിരിക്കും പങ്കുവെക്കുന്നതും ഉറപ്പാണ്. ഒപ്പം ബോളിവുഡ് ഉൾപ്പെടെ വിവിധ നൃത്തരൂപങ്ങൾ ആസ്വദിക്കാനും ആഗോള ഗ്രാമത്തിൽ അവസരമുണ്ടായിരുന്നു. ഷാറൂഖ് ഖാൻ ഉൾപ്പെടെയുള്ള പ്രമുഖരുടെ സാന്നിധ്യം ഇത്തവണത്തെ സീസണെ വ്യത്യസ്തമാക്കിയിരുന്നു. അറബി ദിസ് വീക്കിന്റെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അറബി നാടുകളിലെ കൂടുതൽ കൗതുക കാഴ്ചകളും വിശേഷങ്ങളുമായി അറബി ദിസ് വീക്ക് അടുത്തയാഴ്ച ഇതേ സമയം ഇതേ ദിവസം. നമസ്കാരം.